prism of base side 25 mm, a pentagonal prism of base side 25 mm and height 60 mm, base side 25 mm and height 60 mm, height 60 mm, 60, rest on one of its end faces on the HP. A pentagonal prism of base side 25 mm and height 60 mm, 60 mm rests on one of its end faces on the HP. One of its end faces on the HP. It is cut by a plane perpendicular to the VP. It is cut by a plane perpendicular to the VP and it is cut by a plane perpendicular to the VP and inclined to the HP at 30 degree, 30, inclined to the HP at 30 degree and meeting the axis at mid height. MID-HEIGHT, mid height. Full stop. Draw the development of all the surfaces. Draw the development of all the surfaces of the lower portion of the prism. Draw the development of all the surfaces of the lower portion of the prism. Lower portion of the prism. Assume that one vertical face of the prism, one vertical face or bracket lateral face, one vertical face bracket lateral face. Assume that one vertical face or lateral face is perpendicular to the VP. Is perpendicular to the VP. Okay. So first you have to identify the position of the prism. It is resting on one of its end face on the HP. Square prism rest end face on HP rest. So in the front view you can see the height of the prism. Front view height, top view you can see the pentagon. Shape of the pentagon top view because it is resting on the HP on one of its end faces. So but ഇവിടെ specific ആയിട്ട് how it is resting എന്ന് mention ചെയ്തിട്ടുണ്ട്. Okay. The last sentence, എന്താണ് last sentence പറഞ്ഞത്? Assume that one vertical face or lateral face of the prism is perpendicular to the VP. Then how will you start drawing in the orthographic position or in the simple position? And actually simple position തന്നെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അത് ഒരു കാര്യമാണ്. ഡെവലപ്മെന്റിൽ എപ്പോഴും ഒബ്ജക്റ്റ് സിമ്പിൾ പൊസിഷനിലേ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വന്നിട്ടുള്ളൂ ഇതുവരെ. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഓൾവേസ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP. അതും പെർപെൻഡിക്കുലർ ടു HP ആയിട്ട് മാത്രം, പെർപെൻഡിക്കുലർ VP ആയിട്ടും ചോദിച്ചിട്ടില്ല ഇതുവരെ. സോ ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP, ദാറ്റ് മീൻസ് ടോപ്പ് വ്യൂവിൽ ഷേപ്പ് കാണുന്ന ആ ഒരു ടൈപ്പിൽ മാത്രമേ ഇതുവരെയൊക്കെ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സിമ്പിൾ പോർഷൻ ഒക്കെ മറന്നുപോയാ. വാട്ട് ഈസ് സിമ്പിൾ പോർഷൻ? ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP ഓർ ആക്സിസ് പെർപെൻഡിക്കുലർ VP ആയിട്ടുള്ള ആ ഒരു പൊസിഷനാണ് സിമ്പിൾ പോർഷൻ എന്ന് പറയുന്നത്. സോ വൈൽ ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ഫേസ് ഓൺ ദ HP, അത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ HP ആണ് അല്ലേ. ഒരു എൻഡ് ഫേസ് HP ലെറ്റർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP. സോ ദാറ്റ്സ് എ സിമ്പിൾ പൊസിഷൻ. ഓക്കെ, സോ സിമ്പിൾ പൊസിഷനിൽ എപ്പോഴും ആക്സിസ് റെസ്റ്റിംഗ് ഓൺ ബേസ് ഓൺ HP ആണെങ്കിൽ എപ്പോഴും ടോപ്പിലായിരിക്കും നമുക്ക് ഇതിന്റെ ഷേപ്പ്. അതായത് പെൻറ്റഗൺ ആണെങ്കിൽ പെൻറ്റഗൺ, അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ഒക്കെ ടോപ്പിലായിരിക്കും നമുക്ക് വിസിബിൾ ആവുന്നത്. സോ ഹിയർ ഓൾസോ നമുക്ക് വരയ്ക്കേണ്ടത് ടോപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബട്ട് ഹൗ ടു ഡ്രോ ദ ടോപ്പ് വ്യൂ, എങ്ങനെയാണ് ഒബ്ജക്റ്റിന്റെ കറക്റ്റ് പൊസിഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ.
ഓക്കെ, ഇതിലെ ക്വസ്റ്റനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് വൺ വേർട്ടിക്കൽ ഫേസ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. ഓക്കെ, ഇതിൻ്റെ അത് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ടുള്ള ഫേസ് ഏതൊക്കെയാണ്? ദിസ് ഇസ് എ സ്ക്വയർ പ്രിസം. ഇത് സ്ക്വയർ പീസ് ആണ്, നമ്മൾ പറഞ്ഞത് ഒരു പെൻറ്റഗണൽ പീസ് ആണ്. ഇതിൽ ഈ രണ്ട് ഫേസ് ദിസ് ഈസ് പാരലൽ ടു വി പി അല്ലെ, വി പി എവിടെയുള്ളതെങ്കിൽ അതിന് പാരലൽ ആയിട്ടാണ് ഈ ഫേസും ഈ ഫേസും ഉള്ളത്. ബട്ട് വാട്ട് അബൌട്ട് ദീസ് ഫേസസ്? ഈ ഫേസും അതുപോലെ ഈ ഫേസും അത് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ടാണുള്ളത്. ഓക്കെ, കാരണം ഈ ഒരു പ്ലെയിന് വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്ലെയിൻ ഇപ്പോൾ ഞാൻ അവിടെ വേണമെങ്കിൽ ഈ ഒരു ബുക്ക് വെക്കാം. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇവിടെ വരുന്ന ഈ പ്ലെയിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ വെക്കാം. അപ്പോൾ നൗ ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി അല്ലേ, പെർപെൻഡിക്കുലർ വി പി ആയിട്ടുള്ളത്. സോ ഇതുപോലെ ഒരു ഫേസ് പെർപെൻഡിക്കുലർ വി പി ആയിരിക്കണം എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ വി പി ആകുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് ഉണ്ടാവുക? ഈ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോപ്പിൽ ഒരു എഡ്ജ് മാത്രമായിരിക്കും. ഈ ഒരു എഡ്ജ് ആയിരിക്കും കംപ്ലീറ്റ് സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ടോപ്പ് എന്ന് നോക്കുമ്പോൾ ഈ ഫേസ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ലാറ്ററൽ സർഫസ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ടോപ്പ് എന്ന് നോക്കുമ്പോൾ ഈ ടോപ്പിലുള്ള എഡ്ജസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ഇതിൽ ഓരോ എഡ്ജസ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ കംപ്ലീറ്റ് ഫേസസിനെയാണ് അല്ലേ. ഈ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു കംപ്ലീറ്റ് ഫേസിനെയാണ്. അതുപോലെ ഈ എഡ്ജ് ടോപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ഫേസിനെയാണ്. ഓക്കെ, അപ്പോൾ ആ ഫേസിന്റെ എല്ലാം ടോപ്പിയാണ് നമുക്ക് ഇവിടെ ഒരു ലൈനായിട്ട് എഡ്ജായിട്ട് കാണാൻ പറ്റുന്നത്. സോ ഒരു ഫേസ് പെർപെൻഡിക്കുലർ വി പി എന്ന് പറയുമ്പോൾ, ഇത് പെർപെൻഡിക്കുലർ വി പി എന്ന് പറയുമ്പോൾ ടോപ്പിൽ നമുക്ക് ദിസ് എഡ്ജ്, ആ എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് ആയിട്ട് ടോപ്പിൽ വരണം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരു എഡ്ജ് ടോപ്പ് വ്യൂവില് ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, വൺ വേർട്ടിക്കൽ ഫേസ് പെർപെൻഡിക്കുലർ വി വി പറഞ്ഞെങ്കിൽ ടോപ്പിൽ നമ്മൾ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, സോ ഇഫ് ദിസ് ഈസ് ദ എക്സ് ലൈൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എഡ്ജ് വരയ്ക്കുക. നൗ നമ്മളെ വൺ വേർട്ടിക്കൽ ഫേസ് പെർപെൻഡിക്കുലർ ടു വി പി എന്നുള്ള ഒരു കണ്ടീഷൻ ഈ ഒരു ലൈൻ ഇത് വരച്ചു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നോ കംപ്ലീറ്റ് ദ പെൻറ്റഗൺ. പെൻറ്റഗണിന്റെ ആംഗിൾസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, എത്രയാണെന്ന് വരിക 108 അല്ലേ. രണ്ട് എഡ്ജസിന് അടക്കമുള്ള ആംഗിൾ 108 ആണ് വരിക അല്ലേ. സോ 108 എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. നൗ പ്രൊജക്ട് ദ ഫ്രണ്ട് വ്യൂ. പെൻറ്റഗണിന്റെ സെന്റർ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു എഡ്ജിൽ നിന്ന് ഓപ്പോസിറ്റ് ഒരു കോർണർ അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് ഒരു ലൈൻ വരിക. സിമിലർലി ഫ്രം അനദർ കോർണർ അതിന് ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് ഒരു ലൈൻ എടുക്കുക. രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സെന്റർ ആയിട്ട് വരിക. ആൻഡ് ഇൻ ദ ടോപ്പ് വ്യൂ ദാറ്റ് പോയിന്റ് റെപ്രസെന്റ്സ് ദ ആക്സിസ്. ആ പോയിന്റ് തന്നെയാണ് ആക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അവിടുന്ന് ഞാൻ പ്രോജക്റ്റ് ആയിട്ട് ആക്സിസ് വരച്ചിട്ടുണ്ട്.
നെക്സ്റ്റ് നെയിം ചെയ്യാം. ഓക്കെ, പെൻഡഗണിന്റെ കേസിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എത്ര വരും? ഹിയർ ലെങ്ത് ഓഫ് ദ എഡ്ജ് എത്രയാണ് തന്നിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദ എഡ്ജ് ഇസ് ഗിവൺ ആസ് 25 mm. സോ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എത്രയായിരിക്കും? 25 into 5. 5 times 25 ആയിരിക്കും സ്ട്രെച്ച് ഔട്ട് ലെങ്ത് വരാം. അതുപോലെ കട്ടിംഗ് പ്ലെയിൻ എന്താ കണ്ടീഷൻ പറഞ്ഞത്? കട്ടിംഗ് പ്ലെയിൻ ഓൾസോ അവിടെ പറഞ്ഞത് കട്ട് ചെയ്യുന്നത് അറ്റ് മിഡ് ഹൈറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ആക്സിസിന്റെ മിഡിൽ പോയിന്റിലൂടെ പാസ് ചെയ്ത് തന്നെ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കണം. സോ ആക്സിസിന്റെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ കട്ടിംഗ് പ്ലെയിനിന്റെ ആംഗിൾ എത്രയാണ് ഉള്ളത്? ഇൻക്ലൈൻഡ് 30 degree ടു ദ HP എന്നാണ് പറഞ്ഞത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്സിസിന്റെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്യുക, പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക, 30 degree ആംഗിളിൽ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര കട്ട് വരുന്നുണ്ടാവും? ടോട്ടല് എല്ലാ എഡ്ജിലും കട്ട് ചെയ്യുന്നില്ലേ? ലാറ്ററൽ എഡ്ജസിലും എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. സോ ദർ വിൽ ബി 5 കട്ടിംഗ് പോയിന്റ്സ്. അപ്പോൾ 1 by 1 ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഓൺ AP-യിൽ 0.1 കട്ടിംഗ് പോയിന്റ്, BQ-യിൽ 0.2. ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് ഈ BQ-ന് മാർക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെയുള്ള ആക്സിസിൽ മാർക്ക് ചെയ്യും. ഓക്കെ, അത് പലർക്കും വരുന്ന മിസ്റ്റേക്ക് ആണ്. ആക്സിസിൽ കട്ടിംഗ് പോയിന്റ് ഉണ്ടാവില്ല. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമാജിനറി ലൈൻ. ഓക്കെ, ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ലൈൻ ആണ്. കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുന്നത് വിസിബിൾ എഡ്ജസിൽ മാത്രമാണ്. നമ്മുടെ വിസിബിൾ എന്നല്ല, എഡ്ജസ് ഓഫ് ദ പ്രിസ്റ്റിൽ മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 0.2 ഓൺ BQ, 0.3 ഓൺ CR. നെക്സ്റ്റ് പോയിന്റ് എവിടെ വരാം? നെക്സ്റ്റ് പോയിന്റ് CR-ന് ബാക്കിൽ വേറെ എഡ്ജ് ഉണ്ടോ? CR-ന് ബിഹൈൻഡ് ആയിട്ട് വേറെ എഡ്ജ് ഉണ്ടോ? നിങ്ങൾ ടോപ്പിൽ നോക്കുക, CR-ന്റെ നേരെ ബാക്കിലായിട്ട് വേറെ ഒന്നും വരുന്നില്ലല്ലോ. സോ നോ എഡ്ജസ്, അതിന് ബാക്കിൽ വേറെ എഡ്ജസ് ഒന്നുമില്ല. ബട്ട് BQ-ന് ബിഹൈൻഡ് ആയിട്ട് എഡ്ജ് വരുന്നുണ്ട് അല്ലേ? BQ-ന് ബിഹൈൻഡ് ആയിട്ട് DS വരുന്നുണ്ട്. സോ DS ബ്രാക്കറ്റിലൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു കട്ട് ചെയ്തിട്ടുണ്ടാവും 0.4, അത് DS-ൽ. നെക്സ്റ്റ് AP-ക്ക് ബിഹൈൻഡ് ആയിട്ടും ഇവിടെ എഡ്ജ് വരുന്നുണ്ട്. AP-ക്ക് ബിഹൈൻഡ് ആയിട്ട് ET വരുന്നുണ്ട്. ET ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ 0.5 ഓൺ ET. സോ ടോട്ടല് 5 കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ടോട്ടല് 5 കട്ടിംഗ് പോയിന്റ്സ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരും? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുക. ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ എത്ര സ്ട്രെച്ച് ഔട്ട് വരുന്നുണ്ട്? 5 times 25. ബേസ് എഡ്ജിന്റെ ലെങ്ത് 25 ആണ്. സോ 5 times 25 എടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ചതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുക. ഡെവലപ്മെന്റ് വരച്ച് സ്റ്റാർട്ടിംഗ് എഡ്ജ് AP എന്ന് കൊടുക്കുക, എൻഡിങ് എഡ്ജും AP എന്ന് കൊടുക്കുക. ഇന്റർമീഡിയറ്റിലെ എഡ്ജസ് മാർക്ക് ചെയ്യാൻ വേണ്ടി 25 mm ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് ഓരോ പോയിന്റ്സും, അതായത് ബേസ് കോർണേഴ്സും അതുപോലെ ടോപ്പ് ബേസ് കോർണേഴ്സും മാർക്ക് ചെയ്ത് ആ എഡ്ജസ് വരയ്ക്കുക. AP, BQ, CR, DS അങ്ങനെ എല്ലാ എഡ്ജസും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കട്ടിംഗ് പോയിന്റ്സ് റെസ്പെക്റ്റീവ് കട്ടിംഗ് പോയിന്റ്സ് നേരെ റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ 0.1 എന്ന് പറയുന്നത് AP-യിലാണ് വരുന്നത്. സോ ഡെവലപ്മെന്റ് AP-യിലേക്ക് 1 പ്രൊജക്ട് ചെയ്യുക. ഓക്കെ, സമയത്ത് 2 എന്ന് പറയുന്നത് BQ-യിലാണ്. സോ 2' എന്ന് BQ-യിലേക്ക് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റ്സും കണ്ടുപിടിക്കുക, പിന്നെ അത് ജോയിൻ ചെയ്യുക. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആണ്. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 1 vertical face perpendicular to VP എന്ന് പറഞ്ഞത് കാരണം ഇതുപോലെ തന്നെ വരയ്ക്കണം. ഓക്കെ, ബാക്കി നേരത്തെ പറഞ്ഞ ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, വരയ്ക്കുന്നതൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. ഓൾസോ ഇവിടെ ഈ കേസിൽ ഡ്രോ ദ
ലോവർ പോർഷൻ ഓഫ് ദ ഡെവലപ്പ് ദ ലോവർ പോർഷൻ ഓഫ് ദ കട്ട് പ്രിസം എന്നാണ് പറഞ്ഞത്, ലാറ്ററൽ സർഫസ് എന്നല്ല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ പോർഷനിൽ നമ്മൾ ബേസും കൂടെ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ബേസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എൻഡ് മാത്രം വരക്കാം. പി ക്യു പി ക്യു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പെന്റഗൺ വരക്കാം. ഇതുപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പി ക്യുവിന് കണ്ടിന്യൂസ് ആയിട്ട് 1 എടുത്തിട്ട് അടുത്ത എഡ്ജ് വരക്കാം. പി ക്യു ആർ എസ് ടി ഇതുപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ലാറ്ററൽ സർഫസ് പറയാത്തത് കാരണം ലോവർ പോർഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബേസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതും കൂടെ വരക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വരച്ചിട്ട് കാണില്ല. ബട്ട് ലോവർ പോർഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതും കൂടെ വരേണ്ടതാണ്, ബേസും കൂടെ വരേണ്ടതാണ്. ഓക്കെ, സോ ദിസ് ഓൾസോ യു ഹാവ് ടു ഡു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യണം. 2 പ്രോബ്ലംസ് ആയി ഡെവലപ്മെന്റിന്റെ പ്രിസത്തിന്റെ കേസിൽ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഫസ്റ്റിന്റെ അതേ മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ടെക്സ്റ്റ് ബുക്കിൽ അത് സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരമിഡിന്റെ ഡെവലപ്മെന്റ് നോക്കാം. പിരമിഡിന്റെ ഡെവലപ്മെന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ട്രയാങ്കിളോ ഫേസ് ആണ് ഉണ്ടാവുക. ലാറ്ററൽ സർഫസ് വിൽ ബി ട്രയാങ്കിൾ. ഇനി അത് വരയ്ക്കുന്ന മെത്തേഡ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് പ്രിസം ആൻഡ് സിലിണ്ടർ നമുക്ക് എക്സ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിന് ടോപ്പ് ഫേസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ബട്ട് പിരമിഡിന്റെ കേസിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. റൈറ്റ് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ അധികം ഇതിന് വരയ്ക്കാനുള്ള സ്പേസ് വിടുക കേട്ടോ. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. എ സ്ക്വയർ പിരമിഡ് of base 20 mm, a square pyramid of base 20 mm, 20, a square pyramid of base 20 mm and altitude 40 mm, base 20 mm and altitude 40 mm, 40, rest on its base on the HP, and two sides of the base parallel to the VP. A square pyramid of base 20 mm and altitude 40 mm, 40, rest on its base on the HP, and two sides of the base parallel to the VP. Stop. It is cut by a plane bisecting the axis. And inclined at 40 degree to the base. Bisecting the axis and inclined at 40 degree to the base. It is cut by a plane bisecting the axis and inclined at 40 degree to the base. Draw the development of the lateral surfaces. Of the lower part of the cut pyramid. Draw the development of the lateral surfaces of the lower part of the cut pyramid. Okay. Repeat here. A square pyramid of base 20 mm and altitude 40 mm rests on its base on the HP, and two sides of the base parallel to the VP.
It is cut by a plane bisecting the axis and inclined at 40 degree to the base. Draw the development of the lateral surface of the lower part of the cut pyramid. Okay. So ഇവിടെ സ്ക്വയർ പിരമിഡ് റസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ബേസ് ഓൺ HP ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്ക്വയർ പിരമിഡ് റസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ ദ HP എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ടു സൈഡ്സ് ഓഫ് ദ ബേസ് പാരലൽ ടു ദ VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ when the square pyramid is resting on its base on the HP, നമുക്ക് ആ സ്ക്വയർ ടോപ്പിലും സ്ക്വയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. ബേസ് HP ആയിട്ട് റഷ് ചെയ്യുന്നെങ്കിൽ ടോപ്പിൽ നമുക്ക് സ്ക്വയർ കാണാം. അപ്പോൾ അതിൽ ടു സൈഡ്സ് പാരലൽ ടു ദ VP ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് എഡ്ജസും പാരലൽ ടു VP ആണല്ലോ. സോ ടു സൈഡ്സ് പാരലൽ ടു VP എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു പിരമിഡ് ആണല്ലോ. സോ ഡ്രോ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കണം. ആക്സ് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ അത് കട്ടിംഗ് പ്ലെയിൻ പറയുന്നതിന് മുമ്പായിട്ട്, കട്ടിംഗ് പ്ലെയിൻ നേരത്തെ പറഞ്ഞു, അതിന്റെ കട്ടിംഗ് പ്ലെയിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ഒബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്താലും അതിന്റെ ബേസ് എല്ലാ എഡ്ജിന്റെ ലെങ്ത് ഇൻ ദ ഡെവലപ്മെന്റ് ഇറ്റ് വിൽ ബി ട്രൂ ലെങ്ത്. ഓക്കെ, ട്രൂ ലെങ്ത് പറഞ്ഞാൽ ആക്ച്വൽ ലെങ്ത്. ഡെവലപ്പ് ചെയ്താൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു പ്ലെയിനിലേക്ക് ഡെവലപ്പ് ചെയ്താൽ അതിൽ കാണുന്ന എല്ലാ എഡ്ജസും അതിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, നേരത്തെ നിങ്ങൾ പ്രശ്നത്തിന്റെ ഡെവലപ്മെന്റ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഹൈറ്റ്, ബേസ് എഡ്ജിന്റെ ലെങ്ത് എല്ലാം നമുക്ക് ട്രൂ ലെങ്ത് ആയിരിക്കും കാണാൻ പറ്റുന്നത്. സിമിലർലി വാട്ട് ഓവർ മേ ബി ദ ഒബ്ജക്ട്, അത് പിരമിഡ് ആയിക്കോട്ടെ, അല്ല കോൺ ആയിക്കോട്ടെ, സിലിണ്ടർ ആയിക്കോട്ടെ, അവിടെ കാണുന്നത് അതിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും. ഡെവലപ്മെന്റിൽ കാണുന്നത് എപ്പോഴും ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഞാനത് പറയാൻ കാരണം, ഹിയർ ഇൻ ദ ഫ്രണ്ട് വ്യൂ ഈ കാണുന്ന എഡ്ജ് ഇത് നമ്മൾ സ്ലാൻഡ് എഡ്ജ് എന്നാ പറയാം അല്ലെ? സ്ലാൻഡ് എഡ്ജ് ഇതിന്റെ ട്രൂ ലെങ്ത് ആണോ ഇവിടെ ഉള്ളത്? ഇൻ ദ ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ആണോ? അല്ലെങ്കിൽ ടോപ്പിൽ നമുക്ക് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ബേസ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് നമുക്ക് ടോപ്പിൽ ഇവിടെ ഉണ്ട്. ദിസ് വിൽ ബി ട്രൂ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ്. ഓക്കെ, ബട്ട് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ഇൻ ദ ഫ്രണ്ട് വ്യൂ ഓർ ഇൻ ദ ടോപ്പ് വ്യൂ നമുക്ക് വിസിബിൾ ആണോ? അതാണ് എന്റെ ചോദ്യം. വിസിബിൾ ആണോ? വിസിബിൾ ആണെങ്കിൽ ഏതാണ് വിസിബിൾ, ഏത് എഡ്ജാണ് വിസിബിൾ? വിസിബിൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് വിസിബിൾ അല്ല?
സ്ലാൻഡ് എഡ്ജിന് ട്രൂ ലെങ്ത്. അറിയില്ല, എനിക്കും അറിയില്ല. എപ്പോഴായിരിക്കും നമുക്ക് ഒരു ലൈനിന്റെ ട്രൂ ലെങ്ത് ഏതെങ്കിലും ഒരു വ്യൂവിൽ കാണാൻ പറ്റുന്നത്? ട്രൂ ലെങ്ത് ഇൻ ദ ഫ്രണ്ട് വ്യൂ നമുക്ക് ലൈനിന്റെ ട്രൂ ലെങ്ത് എപ്പോഴാണ് കാണാൻ പറ്റുക? നല്ല ഓരോ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈൻ പഠിപ്പിക്കുന്ന സമയത്ത്. ഒരു ലൈനിന്റെ ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് എപ്പോഴായിരിക്കും? സപ്പോസ് ദിസ് ഇസ് ദ ലൈൻ. ഇത് ഞാൻ ഇങ്ങനെ വെച്ചു, നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വെച്ച് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വെച്ചാൽ ട്രൂ ലെങ്ത് കാണാൻ പറ്റുമോ? ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റുന്നത്? ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റും, ട്രൂ ലെങ്ത് കാണാൻ പറ്റും. എന്തുകൊണ്ടാ? പാരലൽ ടു ദ പ്ലെയിൻ. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അതാണ് എനിക്ക് കിട്ടുന്നത്. ഗുഡ്. അതായത് വെനെവർ എ ലൈൻ ഈസ് പാരലൽ ടു വി പി, വി പിക്ക് പാരലൽ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ വി ക്യാൻ സീ ദ ട്രൂ ലെങ്ത്. അതിപ്പോൾ ഇങ്ങനെയാണുള്ളതെങ്കിലും നൗ ദിസ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി അല്ലേ, എച്ച് പിക്ക് ഇൻക്ലൈൻ ആണ്, ബട്ട് വി പിക്ക് പാരലാണ്. സോ വി പിക്ക് പാരൽ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലൈന് പാരലൽ ടു ഏത് പ്ലെയിൻ ആണോ ആ പ്ലെയിനിലേക്കുള്ള പൊസിഷനിൽ ട്രൂ ലെങ്ത് കാണാൻ പറ്റും. അപ്പോൾ വി പിക്ക് പാരൽ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കാണാൻ പറ്റും. എച്ച് പിക്ക് പാരൽ ആണെങ്കിൽ ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വി പിക്കോ എച്ച് പിക്കോ പാരൽ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ഏതെങ്കിലും പ്ലെയിൻ, ഏതെങ്കിലും ലൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും എഡ്ജ് വി പിക്കോ എച്ച് പിക്കോ പാരൽ ആയിട്ടുണ്ടോ എങ്ങനെ മനസ്സിലാവുക? അപ്പോൾ അത് നിങ്ങൾ ലൈനിന് പണ്ട് പഠിപ്പിച്ച് ആലോചിച്ച് നോക്കുക, ഓർമ്മിച്ച് നോക്കുക. ഒരു ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ ഇതുപോലെ ഉണ്ടാവാം അല്ലേ? ഇത് എ ബി എന്ന് എഴുതാം, എ ഡാഷ് ബി ഡാഷ് എന്ന് എഴുതാം. അതായത് ലൈൻ പാരലൽ ടു വി പി ആണെങ്കിൽ അതിന്റെ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആകുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഫിഗർ കണ്ടാൽ ഹൗ വിൽ യു ഐഡന്റിഫൈ ദാറ്റ് ദിസ് ലൈൻ ഈസ് പാരലൽ ടു വി പി? ഹൗ വിൽ യു ഐഡന്റിഫൈ ദിസ് ലൈൻ ഈസ് പാരലൽ ടു വി പി? നിങ്ങളോട് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു ഫിഗർ കാണുന്നു, ലൈക്ക് ദിസ് വൺ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൗ ക്യാൻ യു ടെൽ ദിസ് ലൈൻ ഈസ് പാരലൽ ടു വി പി? എങ്ങനെ പറയാൻ പറ്റുക? ഇവിടെ നോക്കാം, ഹിയർ ടോപ്പ് വ്യൂ ഈസ് പാരലൽ ടു വി പി അല്ലേ? ടോപ്പ് വ്യൂ പാരലൽ ടു വി പി ആണ്. ടോപ്പ് വ്യൂ പാരലൽ ടു വി പി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു വി പി എന്നാണ്. ഓക്കെ, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ടോപ്പ് വ്യൂ എക്സ് പ്ലെയിനിന് പാരലൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി. ഇൻക്ലൈൻ ടു എച്ച് പി ആണ് ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ മനസ്സിലാവും, കാരണം ഇത് ചെയ്തിട്ടുള്ളത് എച്ച് പി ആയിട്ട് ഇൻക്ലൈൻ ആയിട്ട് തന്നെയാണ് ഉള്ളത്. വി പി ആയിട്ട് പാരലൽ ആണെന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ടോപ്പ് വ്യൂ നോക്കാൻ, ടോപ്പ് വ്യൂ ഇഫ് ദ ടോപ്പ് വ്യൂ ഈസ് പാരലൽ ടു എക്സ് പ്ലെയിൻ ദാറ്റ് മീൻസ് ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു വി പി. ഓക്കെ, ഓക്കെ. സോ ടോപ്പ് വ്യൂവിൽ ഇതുപോലെ ഏതെങ്കിലും ലൈൻ പാരലൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് ട്രൂ ലെങ്ത് ആവുള്ളൂ. ഓക്കെ, പാരലൽ ടു വി പി ആണെങ്കിൽ മാത്രമേ ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടുള്ളൂ അല്ലേ? ഒരു ലൈൻ പാരലൽ ടു വി പി ആണെങ്കിൽ മാത്രമേ ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടുള്ളൂ. അപ്പോൾ ടോപ്പ് വ്യൂ പാരലൽ ടു എക്സ് പ്ലെയിൻ ആയാലും ദാറ്റ് മീൻസ് ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു വി പി. അങ്ങനെയാണെങ്കിൽ ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വിൽ ഗിവ് ദ ട്രൂ ലെങ്ത്. അങ്ങനെ ഇവിടെ ഏതെങ്കിലും ലൈൻ ഉണ്ടോ? ഏതെങ്കിലും ലൈൻ ഇതുപോലെ എക്സ് പ്ലെയിന് പാരലൽ ആയിട്ടുണ്ടോ ടോപ്പ് വ്യൂവിൽ? ഏതെങ്കിലും ലൈന് ടോപ്പ് വ്യൂവിൽ എക്സ് പ്ലെയിന് പാരലൽ ആയിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാലേ കാര്യമുള്ളൂ കേട്ടോ. ഇത് അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് ആണ്, മനസ്സിലാക്കി പഠിക്കണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടോപ്പ് വ്യൂവിൽ ഏതെങ്കിലും ലൈന് എക്സ് പ്ലെയിന് പാരലൽ ആയിട്ടുണ്ടോ? ഞാനിവിടെ നെയിം ചെയ്യട്ടോ. എഫ് ഒ, ഇവിടെ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ആൻഡ് ഡി ഡാഷ് എഫ് എക്സ് ഒ ഡാഷ്. പറ, ഏതെങ്കിലും ലൈന് ടോപ്പ് വ്യൂവിൽ എക്സ് പ്ലെയിന് പാരലൽ ആയിട്ടുണ്ടോ? ഇല്ലേ? യെസ്, ഏതൊക്കെയാ അത്? പറ, ഏതൊക്കെയാണ്?
എ ബി ആൻഡ് സി ഡി അല്ലേ, എ ബി ആൻഡ് സി ഡി പാരലൽ ടു ദ എക്സ്പ്ലെയിൻ ആണ്. സോ ദാറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂ ഓഫ് ദാറ്റ് ഷുഡ് ഗിവ് ദ ട്രൂ ലെങ്ത് അല്ലേ. ഇവിടെ കാണുന്ന എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും ട്രൂ ലെങ്ത് തന്നെയായിരിക്കും. നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിക്കോ, ഈ എ ബിന്റെ ലെങ്ത് അത് ട്രൂ ലെങ്ത് അല്ലേ, അത് എത്രയാണ് 25 30 എത്രയാണ് ആയിക്കോട്ടെ, അത് തന്നെയായിരിക്കും ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് പാരലൽ ടു ദ വി പി. ഓക്കെ, വാട്ട് അബൌട്ട് ദ സ്ലാന്റ് എഡ്ജ്? ബേസ് എഡ്ജിന്റെ ലെങ്ത് ഓൾറെഡി നമുക്ക് ഉണ്ട്, ഗിവൺ ആണ്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് സ്ലാന്റ് എഡ്ജിന്റെ കണ്ടീഷനാണ് ഞാൻ ചോദിച്ചത്. സ്ലാന്റ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂലോ ടോപ്പ് വ്യൂലോ കാണുന്നുണ്ടോ? ഇവിടെ സ്ലാന്റ് എഡ്ജിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് എന്തെങ്കിലും ഇവിടെ പാരലൽ ടു എക്സ്പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഫ്രണ്ട് വ്യൂലോ ടോപ്പിലോ സ്ലാന്റ് എഡ്ജ് പാരലൽ ടു എക്സ്പ്ലെയിൻ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ടോപ്പിൽ നോക്കാം, ഒ ബി, ഒ എ, ഒ ഡി, ഒ സി, ഇതൊക്കെയാണ് സ്ലാന്റ് എഡ്ജസ്. ടോപ്പി എല്ലാം ഇൻക്ലൈൻ ടു ദ എക്സ്പ്ലെയിൻ ആണ്, പാരലൽ ടു ദ എക്സ്പ്ലെയിൻ അല്ല. ദാറ്റ് മീൻസ് ദിസ് ലൈൻ ഈസ് നോട്ട് പാരലൽ ടു വി പി. അത് ഈ സ്ലാന്റ് എഡ്ജസ് ആർ നോട്ട് പാരലൽ ടു വി പി, ആൻഡ് ഓൾസോ corresponding front view will not give you the true length of that slant edge. ഒ ബിൻ്റെതോ ഒ സിൻ്റെതോ ഒ എൻ്റെയോ ആയിട്ടുള്ള സ്ലാന്റ് എഡ്ജ് ഒന്നും ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് അതിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കില്ല. സോ നിങ്ങൾ സ്ലാന്റ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം, എന്നാലും മാത്രമേ ഡെവലപ്മെന്റ് വരയ്ക്കാൻ പറ്റൂ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ ലെങ്ത് ഓഫ് ദ സ്ലാന്റ് എഡ്ജ്. കാരണം ഇൻ ദ കേസ് ഓഫ് ഡെവലപ്മെന്റ് ഓൾ എഡ്ജസ് വിൽ ബി ഇൻ ട്രൂ ലെങ്ത്. എല്ലാ എഡ്ജസും അതിന്റെ ട്രൂ ലെങ്ത്തിലാണ് നമ്മൾ ഡെവലപ്മെന്റിൽ വരയ്ക്കുക. അതുകൊണ്ട് തന്നെ സ്ലാന്റ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദാറ്റ്? എങ്ങനെയാണ് സ്ലാന്റ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ 2 പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞു, 3rd പ്രോബ്ലത്തിന് ഇതുവരെയെങ്കിലും വരച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് വരണം. അതാത് ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. പിന്നെ എക്സാമിനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമായിട്ട് എക്സാമിന് വരക്കാൻ പോവുകയാണെങ്കിൽ സ്വന്തമായിട്ട് വരച്ച് നോക്കാതെ ആദ്യമായിട്ട് എക്സാമിന് വരക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.